ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതമാഹാത്മ്യത്തില് 5-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ ശ്ലോകം തൊട്ട്. സപ്താംഗാര സമൂഹാംശ തന്മുഖേഹി വിജിക്ഷുഭോ അഗ്നിജ്വാലാദി ദുഃഖേന വ്യാകുലോ നിധനം ഗത. തപ്താംഗാര സമൂഹാംശ തന്മുഖേ വിജിക്ഷുഭോ അഗ്നിജ്വാലാദി ദുഃഖേന വ്യാകുലോ നിധനം ഗത. കത്തുന്ന തീക്കനൽ കോരിക്കൊണ്ടുവന്ന് അവൻ്റെ മുഖാന്തർഭാഗത്തിൽ നിറച്ച് അഗ്നിജാലയേറ്റുണ്ടായ അതിദുഃഖത്താൽ വ്യാകുലപ്പെട്ട് മരിക്കുകയും ചെയ്യും. ശ്ലോകം 12. തം ദേഹം മുമൂജൂർഗത്തെ പ്രായസാഹസികാശ്രയഃ നജ്ഞാതം തദ്രഹസ്യം തു കേനാവീതം തദൈവ ച. തദേഹം മുമൂജൂർഗത്തെ പ്രായസാഹസികാശ്രയഃ നജ്ഞാതം തദ്രഹസ്യം തു കേനാവീതം തദൈവ ച. അവൻ്റെ ശവശരീരത്തെ ഭൂമിയിൽ കുഴിച്ചിട്ട് സ്ത്രീകൾ ഈ വിധം ചെയ്യുമോ എന്ന് സംശയിക്കണ്ട. പ്രായേണ ദുഷ്ടസ്ത്രീകൾ സാഹസകർമ്മം ചെയ്യുവാൻ മടിക്കാത്തവരാകുന്നു. രഹസ്യമായി ചെയ്ത ആ കാര്യം മറ്റാരും അറിഞ്ഞതുമില്ല. ശ്ലോകം 13. ലോകേ വൃഷ്ടാവദന്തി സ്മ ദൂരം യാത പ്രിയോഹിന ആഗമിഷ്യതി വർഷേസ്മിൻ ഇത്തലോഭാവികർഷിതഃ. ലോകേ പൃഷ്ടാവദന്തി സ്മ ദൂരം യാത പ്രിയോഹിന ആഗമിഷ്യതി വർഷേസ്മിൻ വിത്തലോഭാവികർഷിതഃ. നാട്ടിലുള്ള ആളുകൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വല്ലഭൻ ദൂരദിക്കിലേക്ക് പോയിരിക്കുന്നു, ഇവിടെയുള്ള ധനം വിട്ടിട്ട് ഇരിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സ് വരികയില്ല, ഇക്കൊല്ലം മടങ്ങി വരുമെന്ന് പറഞ്ഞു. മാസക്കുറിപ്പൊന്നുമില്ല, കൊല്ലക്കണക്കായിട്ട് പറഞ്ഞു. കുറുവന്തി രഹസ്യകാരം നിർവിചാരം പ്രകുർവതേ അത് സാഹസികോ ലോകേ നാര്യഃ പ്രഖ്യാതിമാഗതഃ. ആലോചിക്കാതെ പെട്ടെന്ന് കാര്യങ്ങളെ നടത്തുന്നതുകൊണ്ട് പ്രായേണ ദുഷ്ട സ്ത്രീകൾക്ക് സാഹസികകൾ എന്നുള്ള പ്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. അതിനാൽ അവർ ഇപ്രകാരം പ്രവർത്തിച്ചതും പറഞ്ഞതും സംഭവിക്കുവാൻ പാടില്ലാത്തതാണെന്ന് തോന്നരുത്. ശ്ലോകം 14. ശ്രീണാനൈവതു വിശ്വാസം മൃദാനാകാരേദ്ഭുത വിശ്വാസേയസിതോ മൂഢ സദുഃഖൈ പരിഭൂയതേ. ശ്രീണാനൈവതു വിശ്വാസം മൃദാനാകാരേദ്ഭുത വിശ്വാസേയസിതോ മൂഢ സദുഃഖൈ പരിഭൂയതേ. ഇതിൽ നിന്ന് ധരിക്കേണ്ടതായ സാരം സൂതൻ പറയുന്നു. അറിവുള്ളവർ ദുഷ്ട സ്ത്രീകളിൽ വിശ്വാസം വയ്ക്കരുത്. അവരുടെ പ്രാണൻ പോയിരിക്കുന്നുവെങ്കിൽ കൂടെ അവരെ ഭയപ്പെടണം. സ്ത്രീകളെ വിശ്വസിച്ചും കൊണ്ട് ഏതൊരു പുരുഷൻ ഇരിക്കുന്നുവോ മൂഢനായ അവന് പല ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ന വിശ്വാസോ ഹി നാരീഷു സതതം കുടലാസുമേ മോക്ഷമാർഗങ്ങളാസേവ ഭ്രമമായാസു ഭൂമിഷു. കുലടകളായ സ്ത്രീകളിൽ ഒരു കാലത്തും വിശ്വാസം കാണുകയില്ല. മോക്ഷമാർഗത്തെ തടസ്സപ്പെടുത്തുന്ന അവർ ഭ്രമത്തിൻ്റെയും മായയുടെയും പ്രത്യക്ഷ സ്വരൂപങ്ങളാകുന്നു. അഭ്രച്ഛായ തൃണസ്യാഗ്നിർ നീചസേവാ സ്ഥലേ ജലം വേശ്യാസംഗ കുമിത്രം ച ഷഡേരേ ബുദ്ബുദോ മമ. മേഘനിഴൽ, വായ്പുൽ തീയെ, നീചസേവ, കാനൽ ജലം, വേശ്യാസംഗം, കുൽസിതമിത്രം ഇവയാറും നീർപ്പോളകളെപ്പോലെ ക്ഷണഭംഗുരങ്ങളാകുന്നു. ഇതിനെ പല മഹാന്മാരും അനുഭവരൂപേണ സ്ഥാപിച്ചിരിക്കയാൽ കുടലകളായ സ്ത്രീകളെ ഒരു കാലത്തും വിശ്വസിക്കരുത്. ശ്ലോകം 15. സുധാമയം വജോയാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ക്ഷുരധാരാഭം പ്രിയഗോ നാമയോഷിതാം. സുധാമയം വജോയാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ക്ഷുരധാരാഭം പ്രിയഗോ നാമയോഷിതാം. യാതൊരു സ്ത്രീകളുടെ വാക്ക് അമൃതപ്രായമായും കാമികൾക്ക് രസത്തെ വർദ്ധിപ്പിക്കുന്നതായും ഹൃദയമാകട്ടെ ക്ഷുരകന്റെ കത്തി എന്ന പോലെ ഏറ്റവും മൂർച്ചയുള്ളതായും ഇരിക്കുന്നുവോ ആ സ്ത്രീകൾക്ക് പ്രിയനായിട്ട് ആരിയ്ക്കുന്നു? എല്ലാവരെയും അവർ പ്രിയനെന്ന് പറയും. ആരിലും പരമാർത്ഥമായ പ്രിയം അവർക്കില്ല. ഇതാണ് സാമാന്യേന ദുഷ്ട സ്ത്രീ സ്വഭാവമെന്ന് ബുദ്ധിമാന്മാർ അറിയേണ്ടതാണ്. ശ്ലോകം 16. സംഹൃത്യ വിത്തം ദായാത
കുലടാ ബഹുഭർതൃക ദുന്ദകാരീം ബഭൂവാദ മഹാൻ പ്രേതകുകർമ്മദ സംഹൃത്യ വിത്തം ദായാദ കുലടാ ബഹുഭർതൃക ദുന്ദകാരീം ബഭൂവാദ മഹാൻ പ്രേതകുകർമ്മദ. പ്രകൃതകഥ തുടരുന്നു. പണം കൊടുക്കുന്നവരെയെല്ലാം ഭർത്താവായി സ്വീകരിക്കുന്ന ആ കുലടകൾ ധനം അപഹരിച്ചുകൊണ്ട് അവർക്കിഷ്ടമുള്ള ദിക്കിലേക്ക് യാത്ര ചെയ്തു. ദുന്ദുകാരി കുൽസിത കർമ്മ നിമിത്തം മഹാപ്രേതമായിട്ട് ഭവിച്ചു. പാന്ധാനാമാഗമം ദൃഷ്ട ഭവേന്ദ്രൗദവബൂർധര അസ്ഫുടാർത്ഥം വദൻ വാചം മഹാപ്രേത സൗച്ഛതേ. പാന്ധാനാമാഗമം ദൃഷ്ട ഭവേദ്രൗദ്രവബൂർധര അസ്ഫുടാർത്ഥം വദൻ വാചം മഹാപ്രേത സൗച്ഛതേ. വഴിപോക്കൻ വരുന്നത് കണ്ടാൽ ഭയങ്കര രൂപം ധരിച്ചു നിൽക്കും. അർത്ഥം സ്പഷ്ടമാകാത്ത വിധത്തിൽ വാക്കുച്ചരിക്കും. ഈ വിധമിരിക്കുന്ന പ്രേതത്തെ മഹാപ്രേതം എന്ന് പറയുന്നു. ശ്ലോകം 17. വാത്യാരൂപധരോ നിത്യം ധാവന്ത ദശദിശോന്തരം ചീതാതാപപരേ ക്ലിഷ്ട നിരാഹാരാപിപാസിത. വാത്യാരൂപധരോ നിത്യം ധാവന്ത ദിശോന്തരം ചീതാതാപപരേ ക്ലിഷ്ടോ നിരാഹാരാപിപാസിത. ശ്ലോകം 18. നലേവേ ശരണം കുത്ര ഹാദൈവേദിമൂർവദൻ കിയത്കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യത. നലേവേ ശരണം കുത്ര ഹാദൈവേദിമൂർവദൻ കിയത്കാലേന ഗോകർണോ മൃതം ലോകാദബുദ്ധ്യത. നിത്യം ചുഴലിക്കാറ്റിൻ്റെ സ്വരൂപം ധരിച്ചുകൊണ്ട് 10 ദിക്കുകളുടെ മധ്യത്തിൽ ചലിച്ചുകൊണ്ടും തണുപ്പും ചൂടും സഹിച്ചുകൊണ്ടും ആഹാരമില്ലാതെയും ദാഹം കൊണ്ടും തളർന്നും ഒരു ദിക്കിലും ശരണമില്ലാതെ ഹാ ദൈവമേ ഈ കഷ്ടാവസ്ഥ വന്നു ചേർന്നുവല്ലോ എന്ന് പറഞ്ഞും കരഞ്ഞും കൊണ്ട് ദുന്ദുകാരിയുടെ പ്രേതം അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് കഴിക്കുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ദുന്ദുകാരിയുടെ മരണവൃത്താന്തം തീർത്ഥാടനം ചെയ്ത് കാലം കഴിക്കുന്ന ഗോകർണൻ സ്വദേശക്കാരിൽ നിന്ന് കേട്ടറിഞ്ഞു. ശ്ലോകം 19. അനാദം ദം വിദിത്വൈവ ഗയാശാർദമജീകര യസ്മിൻ തീർത്ഥേതു സംജാതി തത്ര ശ്രാദ്ധം പ്രവർത്തയൻ. അനാദം ദം വിദിത്വൈവ ഗയാശാർദ്ധമജീകരത് യസ്മിൻ തീർത്ഥേതു സംജാതി തത്ര ശാസ്ത്രാർത്ഥം പ്രവർത്തയൻ. ശ്ലോകം 20. ഏവം ഭ്രമൻ സ ഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രോ ഗൃഹാങ്കണേ സുപ്തം ആഗതോ ലക്ഷിതവരൈ. ഏവം ഭ്രമൻ സ ഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രോ ഗൃഹാങ്കണേ സ്വപ്തും ആഗതോ ലക്ഷിതവരൈ. മരിച്ചുപോയ ദുന്ദുകാരിയുടെ വേണ്ടുന്ന പാരലൗകിക കർമ്മം നടത്തുവാൻ മറ്റാരുമില്ലെന്നറിഞ്ഞിരിക്കുന്ന ഗോകർണൻ ഗയാശാർദ്ധം ചെയ്ത് ഏതൊരു തീർത്ഥത്തിൽ പ്രവേശിക്കുന്നുവോ ആ തീർത്ഥങ്ങളിലെല്ലാം ദുന്ദുകാരിയുടെ ഗതിക്കായിക്കൊണ്ട് ശാർദ്ധം കഴിക്കും. ഇപ്രകാരം തീർത്ഥാടനം ചെയ്തുകൊണ്ട് ഗോകർണൻ സ്വരാജ്യത്തിൽ വന്നു ചേർന്നു. രാത്രിയിൽ മറ്റാരും കാണാതെ ഗൃഹമുറ്റത്തിൽ ഉറങ്ങാൻ കിടന്നു. ഇത്രയധിക കാലം തീർത്ഥാടനം ചെയ്ത ഗോകർണൻ എന്തിനാണ് പിന്നെയും സ്വരാജ്യത്തിൽ വന്നു ചേർന്നതെന്ന് ശങ്കിക്കേണ്ട. ജനനി ജന്മഭൂമീജ ജാഹ്നവീന ജനാർദ്ദന ജനക പഞ്ചമശ്ചൈവ ജകാര പഞ്ചദുർലഭ എന്ന് ചാണക്യൻ പറയുന്നു. ജനനി ജന്മഭൂമി, ജാഹ്നവി അല്ലെങ്കിൽ ഗംഗ, ജനാർദ്ദനൻ ശ്രീകൃഷ്ണ ഭഗവാൻ, ജനകൻ പിതാവ്, ഇങ്ങനെ ജകാരാദ്യങ്ങളായ ഈ 5 സുലഭങ്ങളല്ല, ഏറ്റവും പ്രിയാസ്പദങ്ങളാണെന്ന് സാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.